നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ശരിയല്ലേ? ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല മാർക്ക് മേടിക്കണം, അത് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടണം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചില പ്രാർത്ഥനകൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് മറുപടി കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ അതേസമയം നമ്മുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരോ നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരോ, അവർക്ക് നാം എന്താണോ പ്രാർത്ഥിച്ചത് ആ അനുഗ്രഹങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്ക് കിട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറില്ലേ, ദൈവമേ എനിക്ക് എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല? അല്ലെങ്കിൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവും. സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാം അത് പുറമെ പ്രകടിപ്പിക്കും, നാം സന്തുഷ്ടരാണെന്ന്, ഉള്ളിലല്ലെങ്കിൽ പോലും. എന്നാൽ ഈ സമയത്ത് ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ ഈ അസൂയ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അതിനെ കുറിച്ചൊരു ബോധ്യം നൽകും. എൻ്റെ കുഞ്ഞെ, നീ ദൈവത്തിന്റെ പൈതലാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായ ആ അസൂയ നല്ലതല്ല, അല്ലെങ്കിൽ ആ ഒരു വിഷമം അത് നല്ലതല്ല. എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ ഒപ്പം അവരുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കാൻ പഠിക്കണം എന്ന് ദൈവം നമ്മളെ മനസ്സിലാക്കി തരും. അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മുടെ കൂട്ടുകാർക്ക് നല്ല ജോലികൾ കിട്ടുമ്പോൾ, ഇങ്ങനെ പല അവസരങ്ങളും നാം കണ്ടതാണ്. അപ്പൊ ഇതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ വരുന്നതെന്നറിയോ? നമ്മുടെ ജഡത്തിൽ നിന്നുണ്ടാകുന്ന അസൂയകൾ, അതുപോലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ, ഇതൊക്കെ മാറ്റുവാനുള്ള നല്ലൊരു അവസരമാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കി ദൈവം നമ്മളെ സഹായിക്കുന്നത്. മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തിലൂടെ വരുമ്പോൾ മാത്രമേ ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വഭാവങ്ങളാണ് മാറ്റാനുള്ളത്. ആ അസൂയയ്ക്ക് പകരം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ആത്മാവിന്റെ ഫലങ്ങളൊക്കെ നമ്മൾ പുറപ്പെടുവിക്കാനുള്ള നല്ല സാഹചര്യങ്ങളാണ് പലപ്പോഴും ഈ ഒരു അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനാൽ നാം എന്ത് ചെയ്യണം? മറ്റുള്ള വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പലപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാം. എങ്കിലും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മുടെ ഹൃദയത്തിന് ദൈവത്തോടൊന്ന് സമർപ്പിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ അധികമായി പുറപ്പെടുവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അതോടൊപ്പം അവരോടൊപ്പം സന്തോഷിക്കുന്ന നല്ല മനസ്സിന് ഉടമകളായി തീരുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.